ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഡെസ്ക് ഓർഗനൈസറിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ജനറൽ സപ്ലൈസ് ഇട്ടിട്ടുണ്ട്. അന്നേരം ഈ ജനറൽ സപ്ലൈസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അതെ, ഇന്ന് ഞാൻ ജനറൽ സപ്ലൈസിനെ പരിചയപ്പെടുത്താൻ പോവാണ്. ഒരു ജേർണൽ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തെല്ലാം ടൈപ്പ് സാധനങ്ങൾ വേണം, പിന്നെ ഇത് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതുണ്ട്, മേടിച്ചതുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയൊരു സെപ്പറേറ്റ് വീഡിയോ കൂടി ഞാൻ ഇടാം കേട്ടോ. അന്നേരം ഈ സപ്ലൈസൊക്കെ നിങ്ങൾ കഴിവതും മേടിക്കാൻ നോക്കണം. പിന്നെ ഞാൻ ഈ സപ്ലൈസിൽ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ സ്റ്റിക്കേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം ഞാനിത് സ്റ്റിക്കേഴ്സ് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു ഡയറിയിൽ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഇനിയുണ്ട് ഒരു സെറ്റോടെ സ്റ്റിക്കേഴ്സ് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ജേർണലിനൊക്കെ ഓരോന്ന് വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഞാൻ ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിക്കേഴ്സ് മേടിച്ച് ഇതേപോലെ ഒരു ഷീറ്റിനകത്ത് ഒട്ടിച്ച് ഡയറിയിൽ പ്ലക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ ഇരുന്നോളും. ഇത് പിന്നെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ വനിത, പിന്നെ കുറച്ച് കോമിക്സ്, അതിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന നല്ല പിക്ചേഴ്സാണ്, അതൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എസ്തറ്റിക്കായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ്, ഡ്രൈ ചെയ്ത ഫ്ലവേഴ്സ് വെച്ച് ചെയ്തതാണ്. ഇതും ഡ്രൈ ചെയ്ത ഫ്ലവറാണ്. ഇതാണ് പെൻ ആർട്ട് എന്നൊക്കെ പറയും. ബ്ലാക്കാണ്, ഓൺലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുന്നൊരു ആർട്ടാണ്. ഇത് മൻസിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ടെക്സ്റ്റൈലിൽ നിന്നൊക്കെ കിട്ടിയാണ്. ഇത് ഫ്ലവേഴ്സ് എസ്തറ്റിക് ലുക്കിൽ ഞാൻ ചെയ്തതാണ്. ഇത് ഫ്ലവേഴ്സാണ്. ഇത് രണ്ട് ഫ്ലവേഴ്സാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒത്തിരി നാൾ ഉണങ്ങാതിരിക്കുന്ന ഒരു ഇല, ഒരു പായൽ പോലത്തെ, അതാണ്. ഇത് ഓർക്കിഡിൻ്റെ പൂവാണ്. ഇതും നേരത്തെ കാണിച്ച ആ ഒരു ഉണങ്ങാത്ത ആ ചെടിയുടെ ലീഫാണ്. പിന്നെ ഇതേപോലെ ഇത് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിക്കേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലിറ്റേഴ്സാണ്. ജേർണൽ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കയ്യിലും ഗ്ലിറ്റേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു കളർ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് എസ്തറ്റിക്കും ബ്രൈറ്റ് ലുക്കും കൂടെ നമുക്ക് തോന്നിക്കും. നമുക്കത് തുറന്ന് നോക്കുമ്പം സ്പെഷ്യൽ ഫീൽ തോന്നിക്കും കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രീൻ്റെയാണ് കൂടുതൽ മേടിച്ചത്. ക്രിസ്മസ് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഗ്ലിറ്റേഴ്സാണ് ഇത്. പിന്നെ ബ്ലൂവിൻ്റെ 2 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ പിങ്കിൻ്റെ ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ അടുത്തതായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ക്രംസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇതേപോലെ ഇരിച്ചെടുക്കുന്ന പേപ്പേഴ്സ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ജപ്പാൻ ചൈനീസ് ഏതോ ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. അവരതിനകത്ത് പേപ്പർ ക്രാംസ് എന്നാണ് കാണിച്ചത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ പറയുന്നു. വേറെ വല്ല പേരാണെങ്കിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ A4 സൈസ് പേപ്പർ തീയിൽ വെച്ച് എരിച്ച് എടുക്കുന്നതാണ്. ഇത് കുറച്ചുകൂടി എസ്തറ്റിക് ലുക്ക് നമ്മുടെ ജേർണലിൽ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ക്രയോൺസ് ഉണ്ടായിരിക്കും. ഇത് ക്രയോൺസ് എന്ന് പറയുമ്പോൾ ഇത് മിക്സ്ഡാണ്. നമ്മുടെ ജേർണൽ ക്രയോൺസ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം ചെറിയൊരു സെറ്റ്, അതെന്ന് പറയുന്നത് ജേർണൽ ക്രയോൺസ് എന്ന് പറയുമ്പം നമ്മുടെ ജേർണൽ പേപ്പറിന് എസ്തറ്റിക് പോലെ ഒരു ലുക്കുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ 2 കളേഴ്സ് എന്ന് പറഞ്ഞാൽ ജേർണലിൻ്റെ ക്രയോൺസാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ലെറ്റേഴ്സ് കാലിഗ്രാഫിയിൽ എഴുതി കയ്യിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് വേഗം അത്യാവശ്യം വെട്ടിയെടുക്കാൻ നേരം നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം. നേരം കുറച്ച് ഈ നമ്മുടെ ആൽഫബറ്റ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ റൈറ്റ് ചെയ്ത് പേപ്പറിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഗിഫ്റ്റ് പേപ്പർ, പിന്നെ നല്ല പാറ്റേൺ പേപ്പേഴ്സൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേർണലിൽ യൂസ് ചെയ്യുന്ന നല്ലതാണ്. ഇത് ഗിഫ്റ്റ് പേപ്പറിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ ജേർണലിനായിട്ട് വെച്ചേക്കാണ്. നമ്മുടെ ഈ ഡെസ്ക് ഓർഗനൈസറിൽ നമ്മൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. എന്നിട്ട് ഇതേപോലത്തെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേർണൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കി ചെയ്യാം. ഇതുണ്ടോ, ഇത് കല്യാണക്കുറിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് എസ്തറ്റിക് ലുക്ക് ചെയ്തെടുക്കും കേട്ടോ. ഈ പേപ്പറിൻ്റെ അകത്ത് മൊത്തം പേപ്പേഴ്സാണ്, കളർ പേപ്പേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ജേർണലിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കളർ പേപ്പേഴ്സാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ജേർണലിന് വേണ്ടിയിട്ട് ഈ കളർ പേപ്പർ ഇങ്ങനെയൊക്കെ എടുത്തു വയ്ക്കുമെന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന കളർ പേപ്പേഴ്സ് ഞാൻ കളയാറില്ല കേട്ടോ. ഇതേപോലെ ഇട്ട് വയ്ക്കും കളർ പേപ്പേഴ്സ്. ഇതേപോലെ കാർഡ്സ്, ഇതൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത്. ഇതൊരു കല്യാണക്കുറിയുടെയാണ്.
അതായത് ഇതിൻ്റെ പുറകിൽ നമുക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി വെട്ടി ഒട്ടിക്കാം. പിന്നെ കളർ പേപ്പേഴ്സിൻ്റെ ചോട്ടിൻ്റെയൊക്കെ പീസസ്, പിന്നെ ഗ്ലിറ്ററിൻ്റെ പകുതിയൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഷീറ്റ്സ്, അങ്ങനെയുള്ള ഇതൊക്കെ വർഷങ്ങളോളം, ഇപ്പോൾ ഏകദേശം 2-3 വർഷമായിട്ടായിരിക്കും ഈ ഒരു പർപ്പിളിൻ്റെ പേപ്പർ. ഞാൻ അധികം കളർ പേപ്പേഴ്സ് മേടിക്കാതിരുന്നു. അപ്പോൾ ഈ മേടിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നതായിരുന്നു. ഈ ഓറഞ്ചും അതേപോലൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഇതേപോലൊക്കെ ഇതുണ്ടോ ഈ ഒരു കാർഡ് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്ലൂ. അതേപോലെ നിങ്ങൾക്ക് ഈ കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്നത് കാർഡ്ബോർഡ്, അതൊക്കെ ഇതേപോലെ ഒരു കവർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ പറയണ്ടല്ലോ, ടേപ്സ്, ജേർണൽ ടേപ്സ് മേടിക്കാൻ കിട്ടും. സാധാ ഒരു സെലോ ടേപ്പോടെ നിങ്ങൾ മേടിച്ച് വെച്ച് ട്രാൻസ്പെറൻറ്റ് ടേപ്പോടെ മേടിച്ച് വെക്കണം. കാരണം ജേർണൽസ് അല്ലേ, നമുക്കിത് കൊണ്ടിട്ടൊക്കെ ഒരുപാട് യൂസ് വരും. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും ഒരു ജേർണലിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതേപോലെ നല്ല ഗ്ലിറ്റർ ടൈപ്പ് ടേപ്സ്, ഇതിൽ ഏകദേശം എനിക്ക് 5-6 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ആകെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ്. ബാക്കിയെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇതും തീരാറായത്, ഇവിടെ എല്ലാം ഒട്ടിച്ചു, ഇതും തീരാറായിട്ടുണ്ട്. അന്നേരം വാഷി ടേപ്സ്, ജേർണൽ ടേപ്സൊക്കെ എടുത്ത് വയ്ക്കാം. അതേപോലെ ജേർണലിന് വേണ്ടിയിട്ടാണ് ഹൈലൈറ്റർ, അതേപോലെ തന്നെ ആക്രിലിക് മാർക്കേഴ്സ് ഞാൻ മേടിച്ചിട്ടില്ല. ഒരു തവണ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഞാൻ ഫീഡ്ബാക്ക് കൂടെ പറയാം കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ജേർണലിൽ യൂസ് ആവുന്നൊരു സംഭവം ഈ ഒരു നമ്മുടെ ഹൈലൈറ്ററാണ്. കാരണം കുറച്ച് വർക്ക്സൊക്കെ ചെയ്യാനായിട്ട് ഈ ഹൈലൈറ്റർ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ. കണ്ടോ, ഇതിൻ്റെ കളർ തന്നെ ഒരു പിങ്കിഷ് ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡിലൊക്കെ സ്കെച്ച് കിട്ടാനും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആക്രിലിക് മാർക്കേഴ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. നമ്മുടെ ഗ്ലൂ ഇത് വേണമല്ലോ. അതേപോലെ ഒരെണ്ണമാണ് ഈ കളർ പെൻസ്, ബ്ലാക്ക് ബ്യൂട്ടി പെൻസിലൊക്കെ. ഇത് ബ്ലൂ ആണ്, ഇത് ഗ്രീനാണ്, ഇത് ബ്ലൂ ആണ്, ഇത് ബ്ലൂ ആണ്, ഇത് റെഡാണ്, ഇത് സാൻഡൽ കളറാണ് കേട്ടോ. ഇത് സാൻഡലാണെന്ന് തോന്നുന്നു. ഇത് സാൻഡലാണ്, ഇത് റെഡാണ്, ഇത് ബ്ലാക്കാണ്. ഇതെന്ന് പറയുന്നത് മാജിക് പെന്നാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഇത് സാധനം താഴോട്ട് കിടക്കുകയാണ്. ഇത് ഞാൻ വേണേൽ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പടത്തിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പേന വെച്ചിട്ട്. ഇത് ഞാൻ മായ്ക്കാൻ പറ്റും. ഇത്രയും മായ്ച്ചു ഗൈസ്, ബാക്കി മായ്ക്കാൻ നോക്കി. ഇതിപ്പോൾ ഞാൻ ഇറേസർ ഉപയോഗിച്ചിട്ടാണ് മായ്ച്ചത്. ശരിക്കും പിന്നെ ഇതിൻ്റെ പുറകിലൊരു നിപ്പ് പോലത്തെ സാധനം കിട്ടും, അത് വെച്ചിട്ട് മായ്ച്ചാലേ പോകത്തുള്ളൂ. ഇത് ഞാൻ ഇറേസർ വെച്ച് മായ്ച്ചിട്ട് ഇത്രയും പോയിട്ടുണ്ട്. അതായത് ആ നിപ്പ് ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കണം, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് മായ്ക്കുമ്പോഴേ പൊതുവെ ഒരു റബ്ബറാണ്, ഇറേസർ അല്ല. അതേപോലെ തന്നെ ജേർണലിൽ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാമ്പ്സൊക്കെ ഞാൻ ഹോം മെയ്ഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടാം. സ്റ്റാമ്പ്സ് നമ്മൾ ജേർണലിന് മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ്. അടുത്തായിട്ട് ഇതേപോലെ മൻസിൻ്റെ സ്റ്റിക്കേഴ്സ്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെയാണ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റിന് തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് കയ്യിൽ വയ്ക്കാം. ഇത് വാഷി ടിപ്സാണ്, ഇതെല്ലാം ഹോം മെയ്ഡാണ്. ഇതും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ തീർത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഈ ടേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹേർട്ടാണ് ഫുള്ള്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ റൈറ്റിങ്സിൻ്റെ ആണ്. ഇത് തീർന്നു. ഇത് നല്ല പറഞ്ഞാൽ ക്യൂട്ടായിരുന്നു, ഫുള്ള് പിങ്ക് ഉള്ളത്. പിന്നെ ഇതേപോലത്തെ ജേർണലിൽ യൂസ് ചെയ്യാവുന്ന കുറച്ച് റൗണ്ട് പിക്ചേഴ്സ് നല്ലപോലെ യൂസ്ഫുൾ ആവും. ഓരോ തീമിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജേർണലിന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബട്ടർഫ്ലൈസ് ഇതേപോലെ വരച്ചെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുന്നത് ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ വരച്ചാണ്. ഇതൊക്കെ എസ്തെറ്റിക് ലുക്ക് കൊടുക്കും. പിന്നെ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ ശേഖരിക്കുക. ഇത് ഇല ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ചെയ്ത വർക്കാണ് അതെന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ഒരുപാട് ഫ്ലവേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ലീഫ്, അതേപോലത്തെ ഒരു ലീഫാണ്. പിന്നെ അതേപോലെ ഒരു ഫ്ലവറാണ്, അതേപോലെ തന്നെ നമ്മുടെ ഫ്ലവറാണ്. ഇതേപോലത്തെ ഒരുപാട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ പിന്നെ ജേർണൽ കട്ടിങ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. വാട്ടർ കളറാണ് ഇത് ഫുള്ള് യൂസ് ചെയ്ത്. കണ്ടോ, ഇതേപോലത്തെ കട്ടഡ് വൺസാണ്. ഇതൊക്കെ നല്ല ഈസിലേക്ക് ലുക്ക് കൊടുക്കുന്നതാണ്. വാട്ടർ കളർ വെച്ചിട്ട് ചെയ്തതാണ്. ഇതൊക്കെ BTS, ഇതൊക്കെ നിങ്ങൾക്ക് ജേർണലിൽ യൂസ് ചെയ്യാം. ജേർണൽ സപ്ലൈസ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ശേഖരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജേർണലിസ്റ്റ് ആവാൻ പറ്റും. ജേർണലിസ്റ്റ് മീൻസ് നമ്മുടെ ജേർണൽ ചെയ്യുന്നവർക്കെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ബുക്കിൽ നല്ലൊരു ജേർണൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാം. അപ്പം നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ച് ഇതൊക്കെ ഉപയോഗിച്ച് ജേർണൽസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ റിംഗ് ബട്ടനോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനോടെ കിട്ടും. ബൈ ബൈ.